എൻ്റെ ഭർത്താവിൻ്റെ പറയും, ഡാഡി ആ സ്ത്രീ ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഞാൻ ഡാഡി കഴിഞ്ഞു എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയാണ്. ആ സ്ത്രീ അങ്ങ് ചത്താൽ മതിയായിരുന്നു ഡാഡി, ആ സ്ത്രീ ചാവയില്ലല്ലോ എന്ന് എപ്പോഴും പറയുമായിരുന്നു. All that bitch needs is money. I wonder what she's doing with the 30 lakhs. അപ്പോൾ ഇങ്ങനെയൊക്കെ അയക്കുമ്പോൾ ഞാൻ അമ്മയോട് പറയാം. അപ്പോൾ അമ്മ പറഞ്ഞ് നീ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങണ്ട, അവരെന്താ പറയണത് നീ കേട്ട് നോക്കിയിട്ട് നീ എന്നോട് പറ. അങ്ങനെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ അമ്മൂമ്മ വരെ ഉണ്ടായിരുന്നു. അമ്മൂമ്മ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയായിട്ട് മീൻസ് എന്നോട് ആവയില്ലല്ലോ എന്ന് എപ്പോഴും പറയുമായിരുന്നു. അവർ വന്ന് എന്നോട് പറയടി, ഒരു മോള് പറയണ വാചകമാണ് ഇതാണ് എൻ്റെ മോള് പറയണത്. അവൾ എൻ്റെ മോളല്ല, അവള് നമ്മളെ മോളല്ല, അവള് ഇത്രയും ഭീകരതയുള്ള ഒരു സ്ത്രീയാണ് അവള്. നമ്മൾ ആഗ്രഹിക്കും അമ്മയൊന്ന് തുടരണമായിരുന്നല്ലോ, കെട്ടിപ്പിടിക്കണമായിരുന്നു. അതുകൊണ്ട് ഈ പ്രോഗ്രാം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മ അല്ലെ നിങ്ങളുടെ അച്ഛൻ ആരെങ്കിലും പ്രായമായിട്ടൊക്കെ ഇരിക്കുന്നു, അല്ലെ പ്രായമൊന്നും നോക്കണ്ട, അവരെ എല്ലാവരെയും തൊടണം, കെട്ടിപ്പിടിക്കണം, പറ്റിയാൽ ഉമ്മ കൊടുക്കണം, അവരുടെ അടുത്ത് സ്നേഹത്തിൽ പെരുമാറണം. ഒരു ദിവസം ഉണ്ടാവും ഇവരില്ലാതെ വരുന്നൊരവസ്ഥ. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മൂമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. ഡാഡി ആ സ്ത്രീ ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഞാൻ ഡാഡി കഴിഞ്ഞു എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയാണ്. ആ സ്ത്രീ അങ്ങ് ചത്താൽ മതിയായിരുന്നു ഡാഡി, ആ സ്ത്രീ ചാവയില്ലല്ലോ എന്ന് എപ്പോഴും പറയുമായിരുന്നു. അവർ വന്ന് എന്നോട് പറയടി, ഒരു മോള് പറയണ വാചകമാണ് ഇത്. ഹലോ ഗീസ്, വെൽക്കം ബാക്ക്. അതേ രാജ്യം നടുങ്ങുന്ന ഞെട്ടിവിറങ്ങലിക്കുന്ന ഒരു വീഡിയോ ആണ് വന്നിരിക്കുന്നത്. അതേ KKG ഫാമിലിയിലെ സിന്ധു ചേച്ചിയുടെ അനിയത്തിയുടെ മകൾ തൻവി പങ്കുവച്ച ആ ഒരു വീഡിയോ ഏറെ ഞെട്ടുളവാക്കുന്നു. ഒരുപക്ഷെ ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം സാക്ഷാൽ മോഡിജി പോലും KKG ഫാമിലിയുടെ ഫോട്ടോസ് തന്റെ പേജിൽ നിന്ന് മാറ്റിയേക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അത്രയും അധികം ഞെട്ടലുളവാക്കുന്ന നടുക്കുന്ന വെളിപ്പെടുത്തലാണ്. ഇതുപോലൊരവസ്ഥ ഒരു സെലിബ്രിറ്റി ഫാമിലിക്കും ഇനി മുമ്പുണ്ടായിട്ടില്ല. ഏറെ ദുഃഖകരമായ അവസ്ഥ. ഒന്നായിട്ട് ചെക്ക് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഏറെ സപ്പോർട്ട് കൊടുത്തത് അഹാനയ്ക്കും കുടുംബത്തിനുമായിരുന്നു. എന്നാൽ പുറത്തു വന്ന വീഡിയോകൾ കാണുമ്പോൾ പുലിവാൽ കല്യാണത്തിന്റെ ജഗതിയുടെ അവസ്ഥയാണ്. ഏറെ ദുഃഖകരമായ അവസ്ഥ. എന്താണ് സംഭവിച്ചത്? ഒന്നായിട്ട് പരിശോധിക്കാം. ഇതുപോലൊരവസ്ഥ ലോകത്തോരമ്മയ്ക്ക് ഉണ്ടാകാൻ പാടില്ല. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായി കാണുന്നവർ വീഡിയോ ഒന്നിലേക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായി ശ്രദ്ധിക്കുക. അതുകൊണ്ട് അമ്മൂമ്മ ഇങ്ങനെ ചെയ്യാതെ അങ്ങനെ ചെയ്യാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മൂമ്മയുടെ ഞാൻ ഒന്നും പറയാതെ ഇരുന്നിട്ടില്ല. All that bitch needs is money. I wonder what she's doing with the 30 lakhs. അപ്പോൾ ഇങ്ങനെയൊക്കെ അയക്കുമ്പോൾ ഞാൻ അമ്മയോട് പറയാം. അപ്പോൾ അമ്മ പറഞ്ഞ് നീ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങണ്ട, അവരെന്താ പറയണത് നീ കേട്ട് നോക്കിയിട്ട് നീ എന്നോട് പറ. അങ്ങനെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ അമ്മൂമ്മ വരെ ഉണ്ടായിരുന്നു. അമ്മൂമ്മ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയായിട്ട് മീൻസ് എന്നോട് അഹാന അയച്ച ഒരു മെസ്സേജാണ്, Tanvi, your dear grandmother is the biggest bitch on earth. എനിക്ക് തല എൻ്റെ കൊച്ചാണ് സത്യം. അഹാന അയച്ചേക്കുന്ന മെസ്സേജാണ്. If you all wish to see dad alive for some more time, please ask her to adjust. ഇങ്ങനെയൊക്കെയാണ് അയക്കുന്നത്. എന്നിട്ട് അവർ മാത്രമല്ല, അഹാനാണ് എന്നെ കുറിച്ച് ഇട്ടേക്കുന്നുള്ളൂ. ഞാൻ അഹാനെ കുറിച്ചുള്ള ചാറ്റ് മാത്രമേ വായിക്കുന്നുള്ളൂ, വേറെ ആരെയും കുറിച്ച് ഞാൻ വായിക്കുന്നില്ല. എന്നിട്ട് എൻ്റെ അമ്മേനെ ഇത്രയും പൊക്കി പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പറയണ്ടേ? ഞാൻ സത്യാവസ്ഥ പറയണ്ടേ? അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതെ, അഹാന എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി, നമ്മൾ നെഞ്ചിലേറ്റിയ സിനിമാ താരമായ ഈ ഒരു പെൺകുട്ടിയുടെ യഥാർത്ഥ മുഖം വേശിക്ക് സമം. അതായത് സ്വന്തം അമ്മൂമ്മയെ പടുവേശി എന്ന് വിളിച്ച് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ലോകത്തോരമ്മൂമ്മയ്ക്കും ഇതൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഒരുപക്ഷെ ഈ രീതിയിൽ അഹാന ആവാൻ കാരണം അമ്മൂമ്മയുടെ ചില പ്രകോപനപരമായ അമ്മൂമ്മയും പടുവേശി എന്നുള്ള രീതിയിലൊക്കെ അഹാനെ സംബോധന ചെയ്തു എന്നും കേൾക്കുന്നു. എന്താണ് സംഭവിച്ചത്? വളരെ വിശദമായി തന്നെ ഈ വീഡിയോ, അതായത് എല്ലാ ക്ലിപ്പിങ്ങുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വിശദമായി പരിശോധിച്ചാൽ മാത്രമേ എന്താണ് ഇവിടെ സംഭവിച്ചത്, ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് KKG ഫാമിലിയിലെ ഈ ഒരു ഫാമിലി ഗ്രൂപ്പിന്റെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത് പൂര തെറിവിളി. അതായത് കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിന് പോലും കേൾക്കാത്ത രീതിയിലുള്ള തെറിവിളി. രാവിലെ എണീക്കുക, പ്രഭാത ഭക്ഷണത്തിന് ശേഷം തെറിവിളിയിലേക്ക് കടക്കുക. അമ്മൂമ്മയും കൊച്ചുമക്കളുമായി, പ്രധാനമായും അഹാനയും അമ്മൂമ്മയുമായി പൂര തെറിവിളിയാണ് ഇവിടെ നടക്കുന്നത്. പറഞ്ഞോ. എൻ്റെ മക്കള് അമ്മ എന്നെ കാനഡ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്ന് പറ. കാനഡയിൽ നിന്ന് ആ കൊച്ചിനെ ഞാൻ വിളിച്ചു വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിൻ്റെ അപ്പൂപ്പ മരിക്കുന്നതിന് മുമ്പേ അതിൻ്റെ അപ്പൂപ്പനെ പറഞ്ഞു, മക്കളെ നീ ഇഞ്ഞു വാ, ഞങ്ങളെ രണ്ടുപേരെയും നോക്കണം, നീ ഇഞ്ഞു വാ. പക്ഷേ അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു, പക്ഷേ എൻ്റെ ഒരു കാര്യം അവൾ നോക്കാറില്ല. അമ്മൂമ്മേനെ കുറേ വർഷങ്ങൾ നോക്കി. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞാൽ അത് എൻ്റെ ഒരു സ്വഭാവമാണ്. അത് ഞാൻ പറയും. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഇതിൽ അമ്മൂമ്മേനെ പറയുന്നത് അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്?
അമ്മു എന്നെ എടി അവളെ ഇവളെ എന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിനെയും ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പിൽ ഞാൻ വായിച്ചേപ്പിച്ചത്. സിന്ധു ചേച്ചിക്ക് ആകെ ഇഷ്ടമുണ്ടായിരുന്നത് അച്ഛനെ മാത്രമായിരുന്നു. അമ്മുമ്മയെ, അതായത് അമ്മയെ ഒരിക്കൽ പോലും സിന്ധു ചേച്ചി ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നില്ല. ഒരുപക്ഷെ ആ ഒരു സിന്ധു ചേച്ചിയുടെ ആ ഒരു നിലപാട് കൊണ്ടാവാം അമ്മുവും വലിയ രീതിയിൽ അമ്മുമ്മയെ വെറുക്കുന്ന രീതിയിലേക്ക്, അകാരണമായി അമ്മുമ്മയെ വെറുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. എല്ലാ ദിവസവും അമ്മുമ്മയെ തെറി പറയാതെ ഉറക്കം വരാത്ത രീതിയിലുള്ള ഒരു പ്രകൃതമായി അത് മാറുകയായിരുന്നു. അതായത് അമ്മൂമ്മ 4 തെറി പറയാതെ ഉറക്കം കിട്ടാത്തൊരവസ്ഥ. നമുക്കറിയാം, അഹാനകൃഷ്ണൻ സിനിമയൊന്നും ഇല്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന ഒരവസരത്തിൽ ഓള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി അമ്മൂമ്മ 10 പറയുക. അമ്മൂമ്മ നല്ല രീതിയിൽ പുലപ്പൻ പറഞ്ഞു കഴിയുമ്പോൾ, അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് 10 തെറി കേട്ട് കഴിയുമ്പോൾ ഒരാശ്വാസം, ഒരു എനർജി ലഭിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മൂമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിൻ്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിൻ്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതേ ഇതേ പിന്നെ എന്താ അതൊക്കെ. എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇതുണ്ടോ നിങ്ങൾ? അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എനിക്ക് അവരയക്കുന്നതിന് അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മൂമ്മ അങ്ങോട്ട് അയക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് അയക്കുന്നത് ഇല്ല. അപ്പം അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മൂനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവൾ തെറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ പറയില്ല. ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, അഹാന എന്ന് പറയുന്ന ഈ ഒരു തള്ളച്ചി ഓളുടൻ തന്നെ എത്രയും പെട്ടെന്ന് പോയി അമ്മൂമ്മയെ കണ്ട് കാല് പിടിച്ച് മാപ്പ് പറയുക. അതായത് സ്വന്തം അച്ഛൻ KKG പറഞ്ഞ ആ വാക്കുകൾ, സ്വന്തം അമ്മയെ പൊന്ന് പോലെ, അമ്മയായാലും അമ്മൂമ്മയായാലും എത്ര കാലം നമ്മുടെ കൂടെ ഉണ്ടാവും എന്നറിയത്തില്ല, പൊന്ന് പോലെ നോക്കുക, ഓലെ പിടിച്ച് മുത്തം കൊടുക്കുക എന്ന് പറയുന്ന സ്വന്തം തന്തയുടെ വാക്കുകൾ തൃണവൽക്കരിച്ചുകൊണ്ട് ഈ രീതിയിൽ, അതായത് അമ്മൂമ്മയുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട്, അമ്മൂമ്മ തെറി വിളിച്ചിട്ടുണ്ട്, അതിന്റെ പേരിൽ അമ്മൂമ്മയെ ഈ രീതിയിൽ ആക്ഷേപിച്ച ഈ ഒരു പെൺകുട്ടിക്ക് ഓൾക്ക് ഇല്ല, ഒരു കാലത്ത് ഓൾക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറെ ദുഃഖകരമായ അവസ്ഥ, ഇതുപോലൊരു അവസ്ഥ ലോകത്താരും അമ്മൂമ്മയ്ക്ക് ഉണ്ടായിട്ടില്ല. അവർ പറയുന്ന അമ്മൂമ്മ അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ല എന്നും അപ്പൂപ്പന്റെ മൂക്കുന്ന രക്തം വന്നു, ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അത് അവരെ മൂക്കുന്ന രക്തം വന്നൊക്കെ വെറുതെ ചുമ്മാ പറഞ്ഞ മൂക്കങ്ങനെ മുറിഞ്ഞ രക്തം വന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിൽ ഒന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മൂമ്മ ഹോം നഴ്സിനെ വെളിയിൽ നിർത്തിയെന്നാ അങ്ങനെ എന്തൊക്കെ പറയുന്നത്. തെറിയും പറഞ്ഞുകൊണ്ട് പോയ ഹോം നഴ്സിനെ. കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത്, അവിടെ ഒരു മെന്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീ പറയണ ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവള് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവൾ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഞാൻ ഇവിടെ ആർക്കൊരു ഫോൺ ചെയ്യുമോ ആ ഫോൺ അതേപടി ഇവർ റെക്കോർഡ് ചെയ്ത് എടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ ഇന്നാരെ വിളിച്ച്, ഞാൻ ആകെ വിളിക്കുന്നത് എൻ്റെ 2 നാത്തൂന്മാരുണ്ട്, അവരെ ചിലപ്പോൾ വിളിക്കും. അവരെ വിളിച്ചാൽ അമ്മൂമ്മ പരാതി പറയാറുണ്ട്. അവരെ വിളിച്ച് ഞാൻ പറയും, എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, സിമിക്ക് വേണ്ടിയാണ് എൻ്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റ് കൊടുത്ത്, സിമിക്ക് വേണ്ടിയിട്ട് അതും പോയി. എനിക്ക് അമ്മൂമ്മ എന്തുകൊണ്ടാണ് എന്നെ വളർത്തേണ്ടി വന്നത്? സിമി ഈ കുട്ടിയെ തന്നെ നോക്കാത്തതിന്റെ പേരിലാണ് ഞാൻ. അവര് പറയുന്നത്, അമ്മ പറയുന്നത് ചിന്നമ്മ എന്നാണല്ലോ എൻ്റെ അമ്മേനെ വിളിക്കുന്നത്, ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീ ആണെന്നും എൻ്റെ ഒരാൾ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ചാൽ അല്ല കുഴപ്പം, ഒരു കുഞ്ഞിനെ നോക്കിയില്ല എന്നുള്ളതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഈ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് നിന്റെ അമ്മയും അമ്മുമായിട്ട് വഴക്ക് കൂടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ കല്യാണത്തിന് പോലും ആ 4 സിമിയെ ഞാൻ വിളിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ചിന്നമ്മ നല്ലവളാ. അങ്ങനെയൊക്കെ പറഞ്ഞാണ്. എന്തായാലും ആവട്ടെ. എന്നിട്ട് പറയുക അമ്മൂമ്മ അപ്പൂപ്പനായിട്ട് അടിയാവുന്നു, അമ്മൂമ്മ അപ്പൂപ്പനെ ഇത് ചെയ്തു, ഉപദ്രവിച്ചു വന്നു, അമ്മൂമ്മ എങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെന്താണ് പറയാനുള്ളത്? ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ അടികൂടിയ നാട്ടുകാർക്ക് എന്ത്? ഞങ്ങൾ ചിലപ്പോൾ അടികൂടും പിടികൂടും പലതും ചെയ്യാതെ ആരും തിരക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ 10-58 വർഷം കൊണ്ട് ഒന്നിച്ച് ഞങ്ങൾ ജീവിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൂപ്പനെ പണ്ടേ ഡിവോഴ്സ് ചെയ്താൽ പോലും. അപ്പൊ അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊക്കെ അങ്ങ് എന്നെ ഡൈവേഴ്സ് ചെയ്ത് കളഞ്ഞൂടെ? അത് ചെയ്യാതെ എന്നെ ഈ അവസാനം വരെ നോക്കി എനിക്ക് കിടക്കാനൊരു വീടും എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ തന്നിട്ട് തന്നെ എൻ്റെ ഭർത്താവ് പോയത്. ഇവരെല്ലാവരും നന്നായിട്ട് പറഞ്ഞല്ലേ, എന്തിനപ്പൂപ്പ ആ സ്ത്രീക്ക് ആ വീട് ആ സ്ത്രീയുടെ പേരിന് കൊടുത്തെന്തിനപ്പൂപ്പ, എന്തിനപ്പൂപ്പ ആ സ്ത്രീയുടെ പേരിന് പൈസ ഇട്ട് കൊടുത്തത്, അപ്പൂപ്പ എന്തിനു വേണ്ടി അത് ചെയ്തെന്നല്ല അവർ ചോദിച്ചല്ലോ, ഈ അമ്മ ചോദിച്ചല്ലോ.
ഏറെ ദുഃഖകരമായ ഒരുപക്ഷെ സമീപകാലത്തൊന്നും നമ്മൾ കേട്ട് കേൾവിയില്ലാത്ത ഒരവസ്ഥ. അതായത് ഈ ഒരു അമ്മൂമ്മയെ മാടമ്പള്ളിയിലെ മനോരോഗിയായി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള വലിയ ഗൂഢാലോചന സിന്ധു ചേച്ചിയും അഹാന കൃഷ്ണയും തമ്മിൽ നടന്നു എന്ന് ഏറെ ഞെട്ടുളവാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. അതായത് സിന്ധു ചേച്ചിയും അഹാന കൃഷ്ണയുടെയും ഒരു അജണ്ട മറ്റു കുട്ടികൾ അറിയാതെ, KKG അറിയാതെ അമ്മൂമ്മ ഒരു മനോരോഗിയാണ്, മാടമ്പള്ളിയിലെ മനോരോഗിയായി മാറിക്കൊണ്ടിരിക്കുന്ന ചിത്തഭ്രമം ബാധിച്ച ഒരു പെൺകുട്ടി അമ്മൂമ്മയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം. വരുന്ന ആൾക്കാരോട് മൊത്തം അഡ്വാൻസ് ആയിട്ട് അമ്മൂമ്മയ്ക്ക് ചിത്തഭ്രമമാണെന്നുള്ള രീതിയിൽ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞ് ഓലക്കൊണ്ട്, അതായത് അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് അമ്മൂമ്മയെ കാണുമ്പോൾ, പെട്ടെന്ന് ഒരാൾ വന്ന് കയറി കാണുമ്പോൾ തന്നെ അമ്മൂമ്മയ്ക്ക് എന്തോ ഉണ്ടെന്ന്, അതായത് ഉള്ളിൽ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ചിത്തഭ്രമം ഉള്ള ഒരാളാണെന്ന് ഇരിക്കുമ്പോഴത്തേന് എന്ത് കാണിച്ചാലും എന്ത് പറഞ്ഞാലും നമുക്ക് അതേ തോന്നത്തുള്ളൂ. ഇപ്പൊ നമ്മളോട് ഒരാൾ പറയുകയാണ് ഈ വ്യക്തിക്ക് ശകലം പ്രശ്നമുണ്ട്, മെന്റൽ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവരെ സസൂക്ഷ്മം നിരീക്ഷിക്കും. അവരെന്ത് കാണിച്ചാലും നമ്മളത് നോട്ട് ചെയ്തിട്ട് അയ്യോ കിളി പറഞ്ഞിരിക്കുകയാണല്ലോ എന്ന് തോന്നും. അതേസമയം ആ ഒരു മെന്റാലിറ്റി നമുക്കില്ല, അങ്ങനെ ഒരു സംഭവം നമുക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ശ്രദ്ധിക്കത്തില്ല, ആരെയും നമ്മൾ അങ്ങനെ സസൂക്ഷ്മം നിരീക്ഷിക്കത്തില്ല. നമ്മളൊരു വ്യക്തിയെ സസൂക്ഷ്മം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും, അതായത് മനോരോഗിയാണ്, ചിത്രഭ്രമം ഉള്ള ഒരാളാണെന്ന് ഒരാൾ നമ്മളോട് പറയുകയാണെങ്കിൽ ഈ ഒരു വിഷയം വരത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ അമ്മൂമ്മയെ അഡ്വാൻസ് ആയിട്ട് ഈ ചിത്തഭ്രമം ഉണ്ടെന്നുള്ള രീതിയിൽ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞ് അമ്മൂമ്മയെ ഒരു സമ്പൂർണ്ണ മനോരോഗിയാക്കി മാറ്റാൻ ശ്രമിച്ചു. ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. ഈ അഹാന അവിടെ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇവിടെ നിൽക്കുന്ന അലൻ എന്ന് പറഞ്ഞൊരു ഹോം നഴ്സ് വന്നിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് പറയും, അലൻ അവിടെ ചെന്ന് ആ അമ്മൂമ്മയോട് പറയണം, ഈ ഒരു ഫ്രൂട്ട്സ് പോലും അമ്മൂമ്മ എടുക്കാൻ പാടില്ല, ഇത് അപ്പൂപ്പന് വേണ്ടി മാത്രം വാങ്ങി തന്നതാണെന്ന് ഞാൻ പറഞ്ഞെന്ന് അലൻ പറയണം. അലൻ പറയാതിരിക്കരുത്. ആ പയ്യൻ അതേപോലെ ഇവിടെ വന്ന് എന്നോട് പറയുമായിരുന്നു. അഹാന ചേച്ചി പറഞ്ഞ് ഈ ഫ്രൂട്ട്സ് അതെല്ലാം ഒരു പേരയ്ക്ക, ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ, എന്നാ അപ്പൂപ്പനും അങ്ങനെ ഇഷ്ടം പോലും അല്ല. അപ്പം എന്ത് കൊണ്ടുവന്നാലും ഞാൻ തിന്നാതെ എൻ്റെ ഭർത്താവ് തിന്നില്ല. ഒരു സാധനവും എനിക്ക് തന്നെ അവർ തിന്നും. അവർക്ക് എത്ര വയ്യെങ്കിലും എനിക്ക് തരാതെ ഒരു സാധനവും അവർ കഴിക്കില്ല. പക്ഷേ അമ്മ അങ്ങനെ പറഞ്ഞ് കൊടുത്തയച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പയ്യനോട് തീർത്ത് പറഞ്ഞ് ഞാൻ പറഞ്ഞെന്ന് പറയണം, ആ സ്ത്രീ ഇതൊന്നും എടുക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് അവസാനം അമ്മ ഇവിടെ വീട്ടിൽ വന്നിട്ട് അവരെല്ലാവരും എന്താ പറഞ്ഞ കല്യാണത്തിന്റെ കാര്യം എന്താണ് പറഞ്ഞത്? കല്യാണം ഇവിടെ ലാസ്റ്റിൽ ഇവരെ അമ്മ എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ അടിച്ചാൽ ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നെ നീ എൻ്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ പോലീസിനെ വിളിക്കാം. അതും അർജുനാണ് വിളിച്ച് പറഞ്ഞത് അമ്മമ്മ അങ്ങോട്ട് വരണുണ്ടെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇഷാനിയായിട്ടാണ് വരണത്, കാരണം ഇഷാനിയൊക്കെ ഡീസൻറ്റ് പിള്ളേരാണ്. ആ വീട്ടിലേക്ക് ഇഷാനി ഹൻസികയും ഓസിയൊക്കെ വേറെ ആരോടും യാതൊരു അമ്മൂമ്മയുടെ കൂടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു. കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത്, എൻ്റെ കല്യാണത്തിന് ഞാൻ നിന്നെ വിളിക്കില്ല, നീ എൻ്റെ കാലിൽ വീണ് മാപ്പ് പറയണം, അല്ലാതെ നിന്നെ എൻ്റെ കല്യാണത്തിനൊന്നും വിളിക്കില്ല. എൻ്റെ കല്യാണത്തിന് നീ വരികയും ചെയ്യരുത്, അത് പറയാനും കൂടെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അയ്യോ മോളെ, ഞാൻ നിൻ്റെ കല്യാണത്തിന് വരില്ല, നീ എന്നെ വിളിക്കുകയും വേണ്ട, 75 വയസ്സായ എനിക്ക് ഇനി എന്തോന്ന് കല്യാണത്തിന് കൂടാ മക്കളെ, അതുകൊണ്ട് ഞാൻ മക്കളെ വിളിക്കുകയും വേണ്ട, ഞാൻ വരികയില്ല മോനെ എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. എന്നാലോചിക്കുക, കേവലം ഒരു ഫ്രൂട്ട്സ് പോലും കഴിക്കാൻ കൊടുക്കാത്ത, അതായത് അഹാന എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഒരു സമ്പൂർണ്ണ സൈക്കോയായി ഈ ഒരു കാലയളവിൽ മാറിയോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഏറെ ദുഃഖകരമായ അവസ്ഥ. അതായത് അമ്മൂമ്മയെ എടിയെന്നും പൊടിയെന്നും നീയെന്നും തേവിടിച്ചെന്നും പടുവേശിയെന്നും വിളിക്കുന്ന ഒരു കൊച്ചുമോള്. ഈ കേരളത്തിൽ ഇതുപോലെ ഒരു പെൺകുട്ടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. ഇതിനൊക്കെ തെളിവുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചുമ്മാതെ ഇങ്ങനെ വന്നിരുന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, തെളിവുകൾ ഉണ്ടാവാം. അഹാന ഈ ഒരു സംഭവത്തിലേക്ക് വരാനുള്ള പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് അമ്മൂമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ, അതായത് അമ്മൂമ്മയ്ക്ക് അഹാനയോട് തോന്നിയ ചില പ്രകോപനം. അമ്മൂമ്മ പറയുന്നുണ്ട് ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ടാവും. അമ്മൂമ്മ പറഞ്ഞതിനെ തുടർന്ന് ഓൾക്ക് വലിയ അരിശം കയറിയിട്ട്, അതായത് അമ്മൂമ്മയെ അതേ നാണയത്തിൽ തിരിച്ചടി കൊടുത്ത്, ഒരുപക്ഷെ അതിൽ കൂടുതലായിട്ട് അമ്മൂമ്മ പറഞ്ഞത് ഇരട്ടിയായിട്ട്, അമ്മൂമ്മ പറഞ്ഞത് കുറച്ച് മലയാളം തെറികളായിരിക്കാം. ഓള് ഊട്ടി സ്കൂളിലാണ് പഠിച്ചത്. ഇംഗ്ലീഷിൽ കേട്ടാൽ അറക്കുന്ന തെറികൾ. ആദ്യമൊക്കെ അമ്മൂമ്മ ഈ ഹായ് ബിച്ച് ഹവാറി എന്നൊക്കെ മെസ്സേജ് അയച്ചപ്പോൾ അമ്മൂമ്മ വിചാരിച്ച് അത് വലിയ സ്നേഹസമ്പന്നമായ വാക്കുകളാണ്, തന്നെ ലാളിക്കുന്ന വാക്കുകളാണെന്ന് അമ്മൂമ്മ തെറ്റിദ്ധരിച്ച് പിന്നീടാണ് ഹലോ ഹവാറി പടുവേശിയെ അനക്ക് സുഖമാണോ എന്നാണ് ചോദിച്ചതെന്ന് അമ്മൂമ്മയ്ക്ക് മനസ്സിലായത്. ഏറെ ദുഃഖകരമായ അവസ്ഥ. പിന്നെ അമ്മൂമ്മ എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു, ഇതൊന്ന് അപ്പൂപ്പന്റെ മരണത്തിന് ശേഷം 4 ദിവസം കഴിഞ്ഞ് എന്തോ കാര്യങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് ഈ സഞ്ചാന്യത്തിൻ്റെ അന്ന് ഇവർ അസ്ഥി ഒഴുക്കാൻ പോകുമ്പോൾ ഞാൻ പോകാമോ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ഞാനും കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിടാനായിട്ടൊരു ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് സിന്ധു പോയി എൻ്റെ തുണികളിരുന്ന പെട്ടി പോയി തുറന്നിട്ട് ഇത് എനിക്കിഷ്ടപ്പെട്ട ചുരിദാർ, ഈ ചുരിദാറും ഇവിടെ ഇരിക്കണം, ഇത് എൻ്റെ ചുരിദാർ എനിക്ക് വേണം എന്നും പറഞ്ഞ് അതിലിരുന്ന് ഏറ്റവും നല്ലൊരു ചുരിദാർ അവളങ്ങെടുത്ത്. അവളെപ്പോഴോ എനിക്ക് തന്നതാണ്. അവൾ തന്ന തുണികളെ എനിക്കുള്ള, അല്ലാതെ ഞാൻ ചുരിദാർ തയ്ക്കാറില്ല, എനിക്ക് ചുരിദാർ തച്ചു തരാനും ആരുമില്ല. സിന്ധു തന്നിട്ടുള്ളത് തന്നെ. പക്ഷേ എങ്കിലും തന്ന തുണി അവൾ മരിച്ച് 4ൻ്റെ അന്ന് അവൾ ആ തുണിയെ തിരിച്ചെടുത്തുകൊണ്ട് പോയി എൻ്റെ മോള്.
അവൾ തിരിച്ചെടുത്തോണ്ട് പോയി അവളിടാണ് എനിക്ക് തന്ന തുണി. മക്കളെ നീ എടുക്കല്ലേടാ, നീ തന്നതല്ലേ, നീ എടുക്കല്ലേ എന്ന് പറഞ്ഞ് എന്നിട്ട് അവൾ കേട്ടില്ല, അവൾ എടുത്തോണ്ട് പോയി. അത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണി, ഞാൻ അറിയാതെ അങ്ങോട്ട് നിങ്ങളെ തുണികളെ കൂട്ടത്തിൽ വെച്ചതാണ്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണിയാണ്. എന്നിട്ട് അമ്മൂമ്മയ്ക്ക് തേക്കാനുള്ള തുണി എടുത്ത് എന്തൊക്കെ പറഞ്ഞു? ഞാൻ കുറേ തുണികളെല്ലാം കൂടെ വാരി ഒരു കവറിലിട്ട് ഇവിടെ നിന്ന് കോൺഫിഡൻസ് പയ്യൻ്റെ കൊടുത്തിട്ട് തേക്കാൻ കൊടുത്തേച്ച് ഒരു തുണി പോലും എനിക്ക് തിരിച്ചു തന്നില്ല. ഞാൻ ആ തുണികൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ തുണികൾ കൊടുത്തത്. ഇപ്പം ഞാൻ തുണി നോക്കുന്ന തുണിയില്ല. എന്നിട്ട് ആ കോൺഫിഡൻസ് പയ്യനെ വിളിച്ച് ഞാൻ ചോദിച്ചേടാ മോനെ, അന്ന് ഞാൻ 10-12 ചുടിദാറുകൾ എടുത്ത് തേക്കാൻ തന്നല്ലടാ, ആ ഒരു തുണി ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ എനിക്കറിയില്ല എന്നായി അത് കൊടുത്തിട്ട് ആ തുണി എനിക്ക് തിരിച്ചു കിട്ടിയില്ല. കാരണം അണ്ണാച്ചി തുണി തേച്ചാൽ ഇവരെ വീട്ടിലാണ് കൊടുക്കുന്നത്, സിന്ധുവിൻ്റെ വീട്ടിലാണ് കൊടുക്കുന്നത്. അത് അവനെടുത്തങ്ങ് മാറ്റിക്കളഞ്ഞു. എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. എനിക്ക് കൊടുക്കാൻ ഒരു തുണി വാങ്ങിത്തരാൻ ആരുമില്ല. എൻ്റെ തുണി അവൾ വാങ്ങിത്തന്ന തുണിയും ഞാൻ വാങ്ങിച്ചതും. എപ്പോഴും ഞാൻ ഒരിക്കൽ നർമ്മദയിൽ പോയി ഒരു 3-4 തുണി വാങ്ങിച്ചു. ആ തുണി എല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം അവളങ്ങ് തിരിച്ചെടുത്ത്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൽ ആ തുണിയില്ല. അതുകൊണ്ട് നമ്മൾ പോയി അതിനും തുണി എടുക്കേണ്ടി വന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ കൊച്ചു വന്നിട്ട് പറഞ്ഞ് അമ്മമ്മയ്ക്ക് തുണി ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് പോയി എനിക്കൊരു 5 ചുടിദാറിൻ്റെ തുണി വാങ്ങിച്ച് അവൾ തയ്ക്കാൻ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തുടുക്കാൻ തുണിയില്ലെന്ന് പറഞ്ഞതുകൊണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ മോൾ എന്നോട് കാണിച്ചത്. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പറയും, ഡാഡി ആ സ്ത്രീ ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഞാൻ ഡാഡിയെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയാണ്. ആ സ്ത്രീ അങ്ങ് ചത്താൽ മതിയായിരുന്നു ഡാഡി, ആ സ്ത്രീ ചാവയില്ലല്ലേ എന്നെപ്പോഴും പറയുമായിരുന്നു. അവർ വന്ന് എന്നോട് പറയണടി, ഒരു മോള് പറയണ വാചകമാണ് ഇതാണ് എൻ്റെ മോള് പറയണത്. അവൾ എൻ്റെ മോളല്ല, അവള് നമ്മളെ മോളല്ല. അവള് ഇത്രയും ഭീകരതയുള്ള ഒരു സ്ത്രീയാണ് അവള്. പിന്നെ അവർ പിന്നെ മിണ്ടാതിരുന്നത് എന്തെന്ന് വെച്ചാൽ അവരെ ആശുപത്രി കൊണ്ടുപോയി എടുക്കുക ചെയ്യണതുകൊണ്ട് അവർ മിണ്ടാതിരുന്ന്. വീട്ടിൽ ആര് കയറി വന്നാലും അവരോടെയൊക്കെ പറയുമായിരുന്നു. ഈ ഹോം നഴ്സിനെ നിർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോളെന്ന് വെച്ചാൽ ഇത്രയും വഞ്ചകയായ ഒരു സ്ത്രീകൾ ലോകത്തുണ്ടാവില്ല. അവൾ എനിക്കിപ്പോൾ ഈ മരുന്ന് വാങ്ങിത്തരണത് അവർ കഷ്ടപ്പെട്ട് ഇവരൊന്ന് ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് നടക്കില്ലേ. എങ്ങനെ ഇംഗ്ലീഷുകാരായത്? എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അവരെ ഊട്ടിയിൽ കുട്ടപ്പേട്ട് പബ്ലിക് സ്കൂളിലാക്കി പഠിപ്പിച്ചതിന്റെ പേരിലാണ് അവരിപ്പോൾ ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. ഈ ഒരു വീഡിയോ ഒരുപക്ഷെ നിങ്ങൾക്ക് ആർക്കും കണ്ണീരോടെ അല്ലാതെ കണ്ടു തീർക്കാൻ സാധിക്കത്തില്ല. അത്രയും അധികം ഇമോഷണലായി കരയുന്ന ഒരമ്മ. സിന്ധു ചേച്ചിയോട് ഒന്നേ പറയാനുള്ളൂ, സിന്ധു ചേച്ചി എന്ന് പറയുന്ന നമ്മൾ നെഞ്ചിലേറ്റിയ ഈ സ്ത്രീ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നാളെ നിങ്ങൾ ഒരു അമ്മൂമ്മ ഓൾറെഡി അമ്മൂമ്മയായി മാറിക്കഴിഞ്ഞു. ഇനിയുമുണ്ട് 4 പിള്ളേർ. നാളെ ഇതേ അവസ്ഥയിലൂടെ സിന്ധു ചേച്ചി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ കടന്നു പോകും. അത് മറക്കരുത്. സിന്ധു ചേച്ചി ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതുപോലൊരു നാർത്തരം ചേച്ചി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ നിമിഷം സിന്ധു ചേച്ചി അവിടെ പോയി ഈ അമ്മയോട് മാപ്പ് പറയണം. അമ്മയുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും സിന്ധു ചേച്ചി അത് മുഖവിലേക്ക് എടുക്കാതെ പോയി മാപ്പ് പറയണം. നാളെ സിന്ധു ചേച്ചി ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകാം. സിന്ധു ചേച്ചി ആരും പരിഗണിക്കാത്ത, ഒരാളും ഇല്ലാത്ത സിന്ധു ചേച്ചി ഇതേപോലെ അവഹേളിക്കുന്ന കുട്ടികൾ വന്നേക്കാം. അമ്മ ആരും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മയുടെ ചെലവിന് ഇപ്പം ആരെങ്കിലും തരുന്നുണ്ടോ? ഇപ്പം മെനിങ്ങാന്ന് എൻ്റെ അനിയത്തിൻ്റെ മോൻ, കാരണം ഞാൻ ഇട്ടയക്കുന്ന പൈസയ്ക്ക് പലിശ കിട്ടുന്നത് എനിക്ക് 18 രൂപ എനിക്ക് കിട്ടും. അറിയാത്ത അമ്മ, എനിക്ക് അറിഞ്ഞാൽ അവർ പറയും അവിടെയാണെന്ന്. അമ്മക്ക് അറിയാതെ സംസാരിക്കും. 24 രൂപ കൊടുക്കണം, വീട്ടോട് ഒരു ജോലിക്കാരിയെ വെക്കുന്നു. പിന്നെ എനിക്ക് ചെലവില്ലേ, എനിക്ക് മരുന്ന് വേണ്ടേ, അതിന് എൻ്റെ പൈസ ഇല്ല. അങ്ങനെ ഞാൻ മെനിങ്ങാന്ന് എൻ്റെ അനിയത്തിൻ്റെ മോനെ വിളിച്ചിട്ട് അമ്മമ്മയ്ക്ക് കാല് നീട്ടി ഇടാതെ ഒഴിക്കാൻ പോലും പറ്റില്ല, കാല് മൊത്തം നീരാ. ഇത് കള്ളം പറയേണ്ട ആവശ്യം പോലും ഇല്ല. എൻ്റെ അനിയത്തിൻ്റെ മോനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ നീ നിന്റെ ചേച്ചിമാരെ വിളിച്ചിട്ട് പറ, മൂത്തേമ്മയ്ക്ക് 2 പേരും കൂടെ എന്തെങ്കിലും ഒരു 12 രൂപ എടുത്താലും 2 പേരും കൂടെ ഒരു 20, സിന്ധുവിൻ്റെയും സിമീനുടെയും കൂടെ ഒരു 25 രൂപ അമ്മമ്മയ്ക്ക് തരാൻ പറ മക്കളെ. എങ്കിൽ എനിക്ക് വീട്ടോടെ നിൽക്കണ ഒരു ജോലിക്കാരിയെ വയ്ക്കുകയും മരുന്ന് മേടിക്കുകയും ചെയ്യാൻ മോന്. അവരൊക്കെ അതൊരു പിച്ചക്കാശ പോലെയല്ലേ ഉള്ളവരുടെ തരാൻ പറ. ഇപ്പോൾ ഒരു 10 മാസം ഒരു 10-15 രൂപ, ഒരു 15 രൂപ തരാൻ സിന്ധുവിനെ കൊണ്ട് നടക്കും, സിമിയെ കൊണ്ട് കഴിയും. സിമിയുടെ ഭർത്താവ് ഇന്ന് ജോലി ചെയ്യണം, എൻ്റെ ഭർത്താവാണ് അങ്ങനെ ഒരു ജോലി അവർക്ക് വാങ്ങിക്കൊടുക്കും. അമ്മമ്മക്ക് അറിയല്ലേ, അമ്മമ്മക്ക് അറിയാതെ പറ, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും അവനെയാണെന്ന്. എന്നിട്ട് ഞാനിതാ ഇങ്ങനെ ഇരിക്കുന്നു, എനിക്ക് ആരുമില്ലാതെ ഞാൻ ഇരിക്കുന്നു. ഈ വിഷമം കേട്ടാണ് ഞാൻ ഓടി വരുന്നത്. കാരണം എനിക്ക് ഇത്രയും പെട്ടെന്ന്, സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും പെട്ടെന്ന് വരാൻ താല്പര്യമില്ലെന്ന് എനിക്കിപ്പോഴും നടു സീനാണ്. അപ്പം ഞാൻ ആയുർവേദ ട്രീറ്റ്മെന്റിന് ഞാൻ 1-ാം തീയതി പോകുന്നുണ്ട്. വിഷയത്തിൽ നമ്മൾ ഇന്നലെ അഹാന കൃഷ്ണയുടെ ഫാമിലിക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത എന്താണ്, അതായത് അമ്മൂമ്മ ഒരു വളരെ എഡമന്റ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. അമ്മൂമ്മയുടെ കൂടെ ആർക്കും പൊരുത്തപ്പെട്ട് പോകാൻ സാധിക്കില്ലെന്ന് തൻവി തന്നെ പറയുന്നുണ്ട്. തൻവി മാത്രമാണ്, അതായത് സ്വന്തം മക്കൾ 2 പേരും അമ്മൂമ്മയെ ഉപേക്ഷിച്ച് 2 പേരും അമ്മൂമ്മയുടെ നമ്പർ ബ്ലോക്ക് ചെയ്ത ഒരു അമ്മൂമ്മയാണിത്. ആ ഒരു അമ്മൂമ്മയെ തിരിച്ച്, അതായത് അമ്മൂമ്മയുടെ സ്വഭാവ വൈകല്യം കൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് പറയുന്നു. അതുകൊണ്ട് ഇവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തു. പക്ഷേ അതിനേക്കാൾ 10 മടങ്ങ് മോശമായുള്ള രീതിയിൽ സിന്ധു ചേച്ചിയും അഹാനയും പെരുമാറുന്നു എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് അമ്മൂമ്മ ഇങ്ങനെ പെരുമാറി എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ, അതിലും മോശമായ, അതായത് തങ്ങളെ വേശിയെന്ന് വിളിക്കുമ്പം അമ്മൂമ്മയെ പടുവേശിയെന്ന് വിളിക്കുന്ന കൊച്ചുമക്കൾ അല്ലെങ്കിൽ മകൾ, ഒന്ന് ആലോചിച്ച് നോക്ക്. അവരെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ കഴിയുക? ഇത് വിമർശിക്കുന്ന ആൾക്കാരെ വിമർശിക്കാൻ വരുന്ന ഈ KKGയുടെ ഫാമിലിയുടെ ആളുകൾ ചിന്തിക്കുക, നിങ്ങളെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ കഴിയുക? ഇതുപോലെ നാണം കെട്ട ഒരു ഫാമിലി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയമാണ്. അതായത് അത്രയും മോശമായ കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. വളരെ മ്ലേച്ഛമായ, വളരെ മോശമായ ഇതുപോലൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു അമ്മൂമ്മയാണ് ഇവരുടെ അമ്മയെന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ റീൽസിൽ മാത്രം വളരെ നല്ലവരായി സ്നേഹസമ്പന്നരായി അഭിനയിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു ഫാമിലിയാണ് ഇവരുടെ ഫാമിലി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് ഇവിടെ ഓസിമോൾ ഒഴികെ, നമ്മൾ തെറ്റിദ്ധരിച്ച ഓസിമോൾ അല്ലെങ്കിൽ താഴെയുള്ള കുട്ടികൾ ഒഴികെ, അഹാന കൃഷ്ണൻ, സിന്ധു ചേച്ചി, KKG ഒരു പക്ഷേ പാവമായിരിക്കാം, ഇവരൊക്കെ
അതായത് ഈ ഒരു അമ്മയായാലും അമ്മൂമ്മയായാലും സിമിഡീനാണെങ്കിലും സിന്ധു ചേച്ചി ആണെങ്കിലും അഹാനയാണെങ്കിലും ഇവരൊക്കെ മനുഷ്യത്വമില്ലാത്ത കേട്ടാലിറക്കുന്ന തെറിവിളികൾ മാത്രം നടത്തുന്ന, അതായത് അഹാനയ്ക്ക് 30 വയസ്സാണ് പ്രായം, 75 വയസ്സുള്ള തൻ്റെ അമ്മയെ ഈ രീതിയിൽ തെറി വിളിക്കുന്ന, പുലപ്യം പറയുന്ന, ഭരണിപ്പാട്ടും നടത്തുന്ന അഹാനെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഏറെ ദുഃഖകരമായ അവസ്ഥ. ഇതുപോലൊരവസ്ഥ ഒരു അമ്മയ്ക്കും ഉണ്ടാവാൻ പാടില്ല, ഒരു അമ്മയ്ക്കും ഉണ്ടാവാൻ പാടില്ല. ഇതുപോലൊരു അമ്മ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്നിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.